നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം സുലൈമാൻ. വീണ വിജയനെ അങ്ങനെ പറയാൻ പാടില്ലെന്നാണ് ഇപ്പോഴത്തെ ചില കുട്ടി സഖാക്കളുടെ ഫത്വ. അതായത് ഒന്നുകിൽ നിങ്ങൾ വീണ ടി എന്ന് പറയണം, അല്ലെങ്കിൽ തൈക്കണ്ടി എന്ന് പറയണം. ഇഡി ചോദ്യം ചെയ്യാൻ വന്നത് പിണറായി വിജയനെ അല്ല. അതുകൊണ്ട് വീണ വിജയനെ വീണ എന്നെ വിളിക്കാവൂ, അല്ലെങ്കിൽ വീണ ടി ആണ്. വിജയൻ അല്ല, അവര് പറയാം അവർക്കതൊന്നും പ്രശ്നമില്ലല്ലോ, അവർക്കത് പ്രശ്നമല്ല. പക്ഷെ ഈ വിജയൻ ചേർത്ത് വിളിക്കരുത്, കാരണം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പുന്ന അവസരമാണല്ലോ ഇപ്പൊ. അതാണല്ലോ ഓരോരുത്തരായിട്ട് പാവം ആ ബിനോയിപ്പിക്കകത്ത് പോയത്. കാരണം ബാക്കിയുള്ളവരോടെ കുറ്റപത്രം, അതെ, പക്ഷേ അതിനേക്കാൾ അവര് ചെയ്തതല്ലേ, ചെയ്യിപ്പിച്ചവരെയാണല്ലോ തീർച്ചയായിട്ടും. ശരിക്കും നമ്മൾ കേരള പോലീസ് ചെയ്തവരല്ല, കേരള പോലീസ് പിടിക്കുന്നത് സ്വാഭാവികമായിട്ടും ചെയ്തത് കണ്ട് സാക്ഷികളിൽ നിന്നവരാണ് പ്രതികളാക്കുന്നത്. പക്ഷേ മറ്റ് നമ്മുടെ കേരളത്തിന് പുറത്തുള്ള അന്വേഷണ ഏജൻസികൾ വന്നാല് ചെയ്യിപ്പിച്ചതാര് കിങ് പിൻ ആണ്. കിങ് പിൻ ആയിരുന്നു കണ്ടതും. ഇവിടെ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത നമുക്കിപ്പോൾ പറയാനുള്ളത്, കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ വകുപ്പുകൾ ഉപയോഗിച്ച് ഈ വീണ ടി എന്ന വീണ വിജയന്റെ സ്വത്തുക്കൾ എവിടെയൊക്കെ ഉണ്ടോ, ഭർത്താവിന്റെ പേരിലായാലും വീണയുടെ കയ്യിലായാലും ഒക്കെ, അതെല്ലാം കണ്ടുകിട്ടാനാണ് വീണി തീരുമാനം. കാരണം തിങ്കളാഴ്ച ഈ വീണയ്ക്ക് വേണ്ടി CMRL കൊടുത്തൊരു ഹർജി, അതായത് CMRLന്റെ കർത്തയെ രക്ഷിക്കണം അല്ലെ അരുൺ കർത്തയെ രക്ഷിക്കണം എന്നല്ല, വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കരുത്, വിളിപ്പിച്ചാൽ തന്നെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു ഹർജി കൊടുത്തിട്ടുണ്ട്. ഈ ഹർജി നാളെ എന്തായാലും കോടതി എടുക്കും. കാരണം ഇങ്ങനെ ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ പരിധിയിലേക്ക് വീണ വിജയൻ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തായിരിക്കും ആ ഡിവിഷൻ ബെഞ്ചിന്റെ ഹർജി പരിഗണിക്കുമ്പോഴുള്ള കമന്റുകളെന്ന്. തീർച്ചയായിട്ടും നമുക്കറിയാൻ സാധിക്കുന്നത്, ഈ കേസിൽ വീണയ്ക്ക് രക്ഷപ്പെടാനേ കഴിയില്ല. കേരളത്തിലെ കുട്ടി സഖാക്കന്മാരെ ഈ പറയപ്പെടുന്ന ആൾക്കാരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ കേസിൽ പിഴ അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല എന്നുള്ളതാണ്. പിഴ അടച്ചു എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള കുറ്റസമ്മതം തന്നെയാണ്. പിഴ അടച്ചതോടുകൂടി ക്രൈം ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമായി. ഇനി ആ പണം, പണം വാങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമായി. ഇനി ആ പണം ചെയ്യാത്ത സേവനത്തിനാണ് എന്ന മൊഴിയുമുണ്ട്. ഇനി ആ പണം എന്തിനാണ് കിട്ടിയത് എന്നുള്ളതാണ്. അവിടെയാണല്ലോ ഈ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട വിഷയമെന്ന്. ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യമാണ് കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറയുന്നത്. സാധാരണ ഒരാളെ തട്ടിച്ച് കുറച്ച് പണം വാങ്ങിക്കുന്നത് പോലെയല്ല, കള്ളപ്പണം വെളുപ്പിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രാജ്യത്തിനെതിരാണ്. രാജ്യദ്രോഹ കുറ്റത്തോളം തന്നെ ഗൗരവമുള്ള കുറ്റമാണ്. അതുകൊണ്ട് തന്നെയാണ് ED ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി, ഭരണഘടനാപരമായി വളരെ പ്രാധാന്യമുള്ള PMLA ആക്ട് അനുസരിച്ച് ഒരു കേസ് എടുക്കുകയും ആ കേസിൽ അന്വേഷണത്തിനായി വരുമ്പോൾ, ചോദ്യം ചെയ്യാനായി വരുമ്പോൾ ഇവിടെ പ്രശ്നമുണ്ടാക്കുകയും ചെയ്ത കുട്ടി സഖാക്കന്മാരെ ഒന്ന് ശാന്തമാക്കാനും അക്രമം നടത്താനും. അതായത് അക്രമം നടത്തിയാൽ ED പേടിച്ചു പോകുന്നതാണോ പിണറായി വിജയനും കൂട്ടരും ധരിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് കോടതി അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞ ഒരു കേസിൽ അതിൽ കോടതിക്ക് തന്നെ അറിയാം, പ്രഥമ ദൃഷ്ടിയ അതിൽ കേസ് നിലനിൽക്കുമെന്ന കാര്യം കോടതിക്ക് തന്നെ അറിയാം. അപ്പോൾ അതിൽ വളരെ വ്യക്തമായ ഒരു അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ അന്വേഷണത്തെ തടയിടേണ്ടത് പിണറായി വിജയൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടി സഖാക്കന്മാരെ റോഡിലിറക്കി നിങ്ങളെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് മനസ്സിലാവണമെങ്കിൽ 1-2 വർഷം എടുക്കും. കാരണം ഇനി 1-2 വർഷത്തേക്ക് ഒഴിവുണ്ടാകാനുള്ള സാധ്യതയില്ല, അടുത്ത കാലത്തെങ്കിലും ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല. സന്ദേശ് ഖലീൽ നമ്മൾ ഓരോരോ നേതാക്കളുടെയും നമ്മുടെ സഖാവ് EK ദിനം, EMS ദിനം, അഴീക്കോടൻ ദിനം അങ്ങനെ പറയുന്നത് പോലെ ഈ വലിയ സഖാക്കൾ പുറത്തിറങ്ങാത്തതിന്റെ ദിനങ്ങൾ വാർഷികം കൂടി ആചരിക്കേണ്ട അവസ്ഥയാണ്. തീർച്ചയായിട്ടും അതേ കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇതിൽ വളരെ കൃത്യമായ ചില തെളിവുകളുമായി വീണ്ടും EDയെ സമീപിച്ചിരിക്കുകയാണ് ഷോൺ ജോർജ്, BJP നേതാവ് എന്നുള്ളതാണ്. BJP നേതാവ് ഷോൺ ജോർജാണ് പരാതിക്കാരനും. ഷോൺ ജോർജ് പരാതി കൊടുത്തതിന് പിന്നാലെ ഷോൺ ജോർജിൻ്റെ വീട്ടിലേക്ക് റെയ്ഡിന് വന്ന സമയത്ത്, വീണ വിജയൻ്റെ വീട്ടിലേക്ക് റെയ്ഡിന് വന്ന സമയത്ത് ഷോൺ ജോർജിൽ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ മണ്ടന്മാരാണ് ഈ CPM-കാരെന്നുള്ളതാണ്. ഓടുകയും ചെയ്തു. പക്ഷേ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തീർച്ചയായിട്ടും വീണ വിജയനും പിണറായി വിജയനും പേടിക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ നിയമപരമായി കോടതിയിൽ നടക്കുന്ന ഒരു വിഷയത്തിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഈ പണം 1.72 കോടി എന്ന് വീണ പറയുന്നു. ഈ പണത്തിന് വീണ അതിനെ നികുതി അടച്ചു അതിനെ കള്ളപ്പണത്തെ വെളുപ്പിച്ചു. പക്ഷെ അതിന് നമ്മുടെ മലയാളിയുടെ ഒരു അതിബുദ്ധി നമ്മൾ തന്നെ ഇച്ചു തരുമെന്നും പറയും. അതായത് അത് അടച്ചത് കുറച്ചാണ് നികുതി അടച്ചത്, കുറച്ച് എമൗണ്ട് കാണിച്ചാണ്. അങ്ങനെയാണ് ഇന്റീരിയം
സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിലേക്ക് ഈ കേസ് വരുന്നത്. പിന്നീട് ഈ കേസിൽ ചില മാറ്റമുണ്ടായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വീണ തന്നെ CMRL നിന്ന് ലോൺ വാങ്ങിയതാണെന്ന് പറയുന്നു. 50 ലക്ഷം രൂപ ലോൺ വാങ്ങിയെന്ന് പറയുന്നു. ആ ലോൺ അടച്ചു തീർക്കാൻ CMRL കർത്ത തന്നെ വീണ്ടും പണം കൊടുക്കുന്നു, 5 ലക്ഷവും 3 ലക്ഷവും വീതം. അപ്പോൾ അതൊക്കെ കൈക്കൂലി കൊടുക്കുന്നതിന്റെ വലിയൊരു മാസ്റ്റർ ബ്രെയിൻ. അതെ അതെ അതെ, തീർച്ചയായിട്ടും അതാണ് നമുക്കിപ്പോ മനസ്സിലായത്. നമ്മൾ കുറച്ചുപേര് കർത്തരുന്ന് പണം അതെ അതെ, സത്യം. നമ്മൾ ബാക്കിയെല്ലാം മാധ്യമപ്രവർത്തകരടക്കം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒരു അഭിമുഖത്തിൽ വന്നപ്പോ കണ്ടിട്ടുണ്ട് 2005. ഞാൻ പിന്നെ കണ്ടിട്ടുമില്ല. 2005 കണ്ടാലും വാങ്ങിക്കില്ല കേട്ടോ. അതെ, അല്പം ചെറുപ്പമാണ് അദ്ദേഹം. അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ചാനലിലേക്ക് വന്നപ്പോൾ സൂര്യ ടിവിയിലായിരുന്നു ഞാൻ. അപ്പൊ അന്ന് അദ്ദേഹം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതേപോലെ കോട്ട സഫാരി സൂട്ടൊക്കെ വരുന്നത്. അപ്പം നമ്മൾ കുറച്ചുപേരേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്റെ കൈ മുമ്പ് ഇരക്കാത്ത, അതുകൊണ്ട് ഇന്നും നമ്മൾ ജീവനോട് പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള. ഇപ്പൊ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ED പേടിയാ. ഇപ്പോ ശശിധരൻ കർത്തയെ ED പേടിയാണെന്ന് തോന്നുന്നു. ആരെങ്കിലും ശശിധരൻ കർത്തയോട് കടുപ്പിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ പേര് വിളിച്ചു പറയാമെന്ന് പേടിച്ചിട്ടാന്ന് തോന്നുന്നു. ഒരു രാഷ്ട്രീയക്കാരും അനങ്ങുന്നില്ലല്ലോ. BJP നേതാക്കന്മാരടക്കം മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. BJP എന്തുകൊണ്ടാണ് ഇതിൽ മിണ്ടാത്തതെന്ന് കൊച്ചിയിലുള്ള ചില നേതാക്കന്മാർക്ക് ബന്ധമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല സത്യമാണോ എന്ന്. എന്തായാലും ചില നേതാക്കന്മാർക്കൊക്കെ ഇതുമായി ബന്ധമുണ്ട്. അവർ പണമൊക്കെ ശശിധരൻ കർത്തയുടെ ആൾക്കാരാണെന്നൊക്കെ പറയപ്പെടുന്നു. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഏതായാലും ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ, ഇത് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടായ 1600 കോടിയുടെ ലാഭം ഉണ്ടായി എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തക, അതായത് ബിഗ് TVയിലാണ് തോന്നുന്നു, ഒരു മാധ്യമപ്രവർത്തകർ പറയുന്നു, ആ മരവിപ്പിച്ച അക്കൗണ്ടുകളിൽ വെറും 2.5 കോടി മാത്രമാണ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ അക്കൗണ്ടിലുള്ളത്. അതായത് മരവിപ്പിച്ച അക്കൗണ്ട് 1 രൂപ കള്ളപ്പണം വെളുപ്പിച്ചാലും അത് കള്ളപ്പണമാണ്. 2.25 കോടി ഒരു രൂപയ്ക്ക് വേണ്ടി നമ്മളന്ന് സംസാരിച്ചല്ലോ. കേസ് നടത്തിയ ആൾക്കാരുണ്ട്. 1 രൂപയ്ക്ക് വേണ്ടി. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കൃത്യമായ തരത്തിലുള്ള അഴിമതി ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട്. ഈ പണം ബാങ്കുകളിലേക്ക്, ദുബായ് ബാങ്കുകളിലേക്ക്, അതായത് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സും അതുപോലെ തന്നെ SNC-11 അടക്കമുള്ളവ ഉണ്ടാക്കിയിട്ടുള്ള പണം വരെ ദുബായിലെ ചില ബാങ്കുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന വിശ്വസനീയമായ വിവരം തനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് കൊമേഴ്സ്യൽ ബാങ്കിൽ സുനീഷ് എന്ന് പറയുന്ന ഒരാളുടെ വീണയും സൊല്യൂഷൻസ് എന്ന ദുബായിലെ അവിടുത്തെ മീഡിയ സിറ്റിയിലെ കമ്പനി അതിന്റെ ഡയറക്ടർ വീണ വിജയനാണ്. പിന്നെ ഒരു സുനീഷ് ഉണ്ട്. ഇവർ രണ്ടും നമ്മൾ ജോയിന്റ് അക്കൗണ്ടാണ് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ. അബുദാബിയിലാണ്. ഈ പണം CMRL കൊടുത്തുകൊണ്ടിരിക്കുന്ന പണം അങ്ങോട്ട് വക മാറ്റി. ഈ പണത്തിന്റെ കുറച്ച് പണം ഇവിടെ HDFC അടക്കം ഫിക്സഡ് അവിടെ ലോക്കറും. ലോക്കർ തുറക്കുമ്പോൾ അറിയാം അതിനകത്ത് എന്തൊക്കെയുണ്ട്. അതോ ഇനി അതെ എല്ലാം. അപ്പോ അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാവുമെന്നറിയില്ല കേട്ടോ. വളരെ ബുദ്ധിമാനായതുകൊണ്ട് ചിലപ്പോൾ ഇവിടുന്ന് മാറ്റി കാണും. ഇഡിയോട് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ദുബായിൽ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ അവിടുത്തെ അക്കൗണ്ടും പരിശോധിക്കണം. ഇഡിക്ക് റൈറ്റ് ഉണ്ട്, അവർക്കുള്ള ഇത് നമ്മൾ ആലോചിക്കുമ്പോഴാണ് വളരെ കൃത്യമായി ചില കാര്യങ്ങൾ കൂടി അന്വേഷണം പോകുന്നുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നയതന്ത്ര ഡിപ്ലോമാറ്റിക് ബാഗേജിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അന്ന് ഷെയ്ഖിനെ ഇവിടെ വരുത്തിയതും മകൾക്ക് ബിസിനസ് ചെയ്യാനുള്ള ശ്രമം വേണമെന്ന ആവശ്യം ഉന്നയിച്ചതും ഒക്കെ സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു. അതിനുവേണ്ടിയാണ് വന്നത് എന്ന് ചെന്നിട്ടില്ല. അറിയാം, നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ED ഇതെല്ലാം ലിങ്ക് ചെയ്തായിരിക്കും അന്വേഷിക്കുന്നത്. അന്ന് ED ഈ വിഷയം അന്വേഷിച്ചു വന്നത്. അതെ അതെ, ഇതെല്ലാം ലിങ്ക് ചെയ്ത് അന്വേഷണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ നമ്മൾ ഈ ദുബായിലൊക്കെ ആരെങ്കിലുമൊക്കെ കുടുംബസമേതം പോയി കഴിഞ്ഞാൽ അത് ഒറ്റയ്ക്കൊരു രാഷ്ട്രീയ നേതാവ് പോകുന്നതും കുടുംബം പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഒരു വിമാനത്തിൽ കയറുമ്പോൾ ഓരോരുത്തർക്കും ഒരു ലഗേജും 20 കിലോ അല്ലെങ്കിൽ 30 കിലോ അത് വിമാനത്തിന്റെ സർവീസ് അനുസരിച്ചാണ്. അപ്പം ഒരാൾ പോയാൽ 20 കിലോയെ പെർമിറ്റ് ഉള്ളൂ നമ്മുടെ ഡിപ്ലോമാറ്റിക് വരുന്ന. അല്ലെങ്കിൽ അപ്പോൾ ഒരു കുടുംബത്തിലെ 4 പേരൊക്കെ പോവുകയാണെങ്കിൽ ഓരോരുത്തർക്കും 20-25 കിലോ കൊണ്ടുവരാം. പിന്നെ ഈ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ 1 കോടി രൂപ ഇപ്പോൾ ഒരു പെട്ടിയിൽ വെച്ചാൽ ഏതാണ്ട് അതിന് 18 കിലോ ഭാരം വരും. അപ്പം 1 കോടി രൂപ കൊണ്ടുവരാനൊക്കെ ആയിട്ട് ആരും ദുബായിലും അല്ലെങ്കിൽ വിദേശത്തൊന്നും പോകില്ല. അപ്പോൾ ശരിക്കും ഇപ്പോൾ നടക്കുന്നത് ഈ പെട്ടി നിറയെ പണം അവിടുന്ന് കൊണ്ടുവരില്ല. പെട്ടി നിറയെ മഞ്ഞ ലോഹമാണ് വരുന്നത്. ഈ 1 കോടി രൂപയുടെ 16 കിലോ പെട്ടിയിൽ അല്ലെങ്കിൽ 20 കിലോ വെയിറ്റുള്ള പെട്ടിക്കകത്തുള്ള ലോഹത്തിന് അനേക കോടികൾ വിലയുണ്ട്. അതാണ് അതിന്റെ മൂല്യ വ്യത്യാസം. അപ്പൊ ഈ മഞ്ഞലോഹമാണ് ഈ കൊണ്ടുവരുന്നത്. ഇദ്ദേഹം കൊണ്ടുവന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇങ്ങനെയാണ് സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണ്ണക്കടത്ത് നടത്തുന്നത്.
അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വളരെ കൃത്യമായി തന്നെ വീണ വിജയന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം പ്രതിരോധത്തിലായിരിക്കുന്നു. ആ പ്രതിരോധത്തിന്റെ അളവ് കൂട്ടിയത് ഇപ്പോഴത്തെ ED വന്നപ്പോഴുള്ള അക്രമമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കുട്ടി സഖാക്കന്മാർ EDയെ കൂടി ആക്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഔദ്യോഗിക വസതിയിൽ കയറിയാണ്. അതെ, അത് മാത്രമല്ല ആലോചിച്ചപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ചിദംബരം. ചിദംബരത്തെ അറസ്റ്റ് ചെയ്തോണ്ട് പോയി. ഡൽഹിയില് ആം ആദ്മി ഭരണത്തിലിരിക്കുകയാണ്. അപ്പോഴാണ് മനീഷ് സിസോദിയെ കൊണ്ടുപോയത്. അതിനുശേഷം കെജ്രിവാളിനെ കൊണ്ടുവന്നത്. അപ്പൊ ഇതൊന്ന് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാമെന്നുള്ള ശ്രമം പിണറായി വിജയൻ നടത്തണ്ട. പിണറായി വിജയൻ ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു പ്രതീക്ഷിച്ചിരുന്ന ഒരു കൂട്ട് കിട്ടിയില്ല എന്നാണ് തോന്നുന്നത്. രാഹുൽ ഗാന്ധി കൂട്ട് കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി കാണും കൂടുതൽ ഇടപാടുകൾക്ക് പോയാൽ പണി പാളുമെന്ന് മനസ്സിലായി കാണും. നേരത്തെ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്ത സമയത്ത് ചില പ്രതിഷേധ പ്രകടനങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷെ അവരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് മാറിയിരുന്നില്ല. യഥാർത്ഥത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം അന്വേഷിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ കൊല്ലാൻ ശ്രമിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പിടിക്കപ്പെട്ട ആൾക്കാർക്ക് ജാമ്യം കിട്ടാൻ അടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ഇനി വരും ദിവസങ്ങൾ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും കുറേ കാലത്തേക്ക് ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകും. കേസിൽ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. വീണ വിജയനെ 7 അറയുള്ള ഏതെങ്കിലും അറയ്ക്കകത്ത് വെച്ച് 7 വാതിലുകളുള്ള അറയ്ക്കകത്ത് പൂട്ടി വെച്ചാൽ പോലും വീണ വിജയനെ സംരക്ഷിക്കാൻ CPMന് കഴിയില്ല. കാരണം ആ കേസിൽ അത്രത്തോളം സ്ട്രോങ് ആയ എവിഡൻസുകൾ EDയുടെ കൈവശമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ പലനാൾ കള്ളൻ ഒരു നാൾ പിടിവിടും എന്ന് പറഞ്ഞതുപോലെ പല കേസുകളുടെ ഒടുവിൽ മകൾ വീണയ്ക്ക് പിടിവീണിരിക്കുകയാണ്. വീണയ്ക്ക് പിടിവീഴാനുള്ള സാഹചര്യം പിണറായി വിജയൻ്റെ പുത്രിവാത്സല്യം തന്നെയാണ്. അതിലൊരു സംശയം വേണ്ട. ഇനിയും വീണയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അന്വേഷിക്കാതെ പോകുന്നൊരു ഘടകം കൂടിയുണ്ട്. പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരൺ. ഈ വിവേക് കിരണിനെ സംബന്ധിച്ച് ഒരു കാര്യവും വ്യക്തമല്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം മറഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമല്ല. ഇവരുമായി ബന്ധമുണ്ടോ എന്നറിയില്ല. യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ ഗുരുവായൂർ വന്നിട്ട് പോയിരുന്നു. പക്ഷേ ഇതിൽ ഞാൻ പറയുന്നത് പിണറായി വിജയനുമായി ഒരു കുടുംബ ബന്ധം പോലും ഉണ്ടോ എന്നറിയില്ല. ഇനി അഥവാ അതുകൊണ്ടാണോ കുടുംബ ബന്ധം ഉള്ളത് കൊണ്ട് മറഞ്ഞിരിക്കുന്നതാണോ എന്ന് പോലും നമുക്കറിയില്ല. കാരണം വിവേക് കിരണിനെ പറ്റി എവിടെയും വിവേക് കിരണോ ഭാര്യയോ കുടുംബത്തെ പറ്റിയോ ഒന്നും എവിടെയും പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. എപ്പോഴും മകൾ തന്നെയാണ് കൂടെയുള്ളത്. ഏതായാലും മകളെ അച്ഛൻ്റെ പുത്രി വാത്സല്യം മകളെ കുടുക്കി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കിട്ടിയ അഴിമതി പണവും കള്ളപ്പണവും എല്ലാം മകൾക്ക് വേണ്ടി സമ്പാദിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും അവസാന സെക്കൻഡിൽ മകൾ കുടുങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്നിട്ടിപ്പോൾ ആ മകളുടെ പേരിന്റെ കൂടെ അച്ഛന്റെ പേര് ചേർക്കാൻ പാടില്ല. വേണമെങ്കിൽ വീണ റിയാസ് എന്ന വീണ മുഹമ്മദ് റിയാസ് എന്ന വെച്ചോളൂ, അല്ലെങ്കിൽ വീണ ടി എന്ന് വിളിച്ചോളൂ എന്നാണ് ഇപ്പോൾ പറയുന്നവരാണ്. ഇപ്പൊ നമ്മുടെ അതായത് പ്രതിപക്ഷം ഭരണപക്ഷത്തായിരുന്നപ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതാണ്. കുറച്ച് പേർക്ക് അറിയാം. അന്ന് നമ്മുടെ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. AKG സെന്ററിൽ ഇരുന്നുകൊണ്ടാണ് തനിക്കെതിരെയുള്ള ഈ നെറുകെട്ട സൈബർ ആക്രമണം, അതായത് യാതൊരു വസ്തുതയുമില്ലാത്ത ആക്രമണം വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു മുതിർന്ന പഴയൊരു ചാനൽ പ്രവർത്തകന്റെ മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു വലിയൊരു PR സെല്ലിന് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ടെലിഫോൺ ഇതുണ്ട്, അതായത് കോൾ സെന്ററുകൾ, അതായത് ബ്രാഞ്ചുകളെ വിളിച്ചു പറയുകയാണ്, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളെ സർക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ സർക്കാരിൻ്റെ 3ാം തവണയും അധികാരത്തിലേറ്റാൻ വേണ്ടി നടത്തിയ പല PR ഐഡിയകളും അതിൽ നമ്മുടെ ബേബി സഖാവ് ഒരു വീട്ടിൽ ചെന്ന് SIRന്റെ ക്യാമ്പയിനിടയ്ക്ക് ഫുഡ് കഴിച്ച് പാത്രം കഴുകി ആ ക്യാമ്പയിൻ അത് പാളിപ്പോയല്ലോ, അതുവരെ ഉൾപ്പെടും. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നവർ ഇപ്പോൾ അതിന് നന്ദിയുണ്ട്, കാരണം അവർക്ക് വീണ്ടും ജോലി കിട്ടി. അല്ലെങ്കിൽ ആ സ്ഥാപനം പിരിച്ചുവിടായിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും ഈ പ്രതിപക്ഷത്തെ ബഹളങ്ങൾ വന്നപ്പോൾ CPM സൈബർ കമ്മ്യൂൺ എന്ന പേരിൽ വളരെ വ്യക്തമായ ഒരു ഹാൻഡിൽ നമുക്കൊക്കെ നമ്മുടെയൊക്കെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സംഘടി അല്ലെങ്കിൽ സംഘിക്കുട്ടി ചാണകം എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമമില്ല, എന്തുവേണോ വിളിച്ചോളൂ. നിങ്ങൾ വിളിക്കുമ്പോൾ ജനിപ്പിച്ചവരാണ് മനസ്സിൽ ഓർത്തോ, അവർക്കും ഇതേക്കുന്നുള്ളത് അത് സാരില്ല. പക്ഷേ ഇവർ ഓർക്കേണ്ടത് വീണ വിജയൻ എന്ന വീണ ടിക്കെതിരെയാണ് ED വന്നത്, അല്ല CPM-നെതിരെയല്ല. അവർ AK സെന്ററിൽ കയറിയില്ല. പലരും നിർബന്ധിച്ച് AK സെന്ററിന്റെ രേഖകളുണ്ട്. എക്സലോജിക്കിന്റെ അഡ്രസ് വെച്ചിരിക്കുന്നത് AKG സെന്ററാണ്. AKG സെന്റർ തിരുവനന്തപുരം എന്നാണ്. എന്നിട്ട് പോലും ED അവിടെ ചെന്നില്ല. അപ്പൊ EDയുടെ ലക്ഷ്യം CPM ആയിരുന്നില്ല, പിണറായി വിജയൻ ആയിരുന്നില്ല. പക്ഷേ വീണ വിജയൻ തന്നെയാണ്. അന്ന് പക്ഷെ വാർത്തകൾ മൊത്തം വന്നത് നമ്മുടെ മാധ്യമങ്ങളുടെ പൊട്ടത്തരം കൊണ്ട്, ഈ മാധ്യമങ്ങളിലെ അതിബുദ്ധിമാന്മാർ, ചാനലുകളിലെ അതിബുദ്ധിമാന്മാർ കാരണം അവർ പറഞ്ഞ പിണറായി വിജയന്റെ വീട്ടിലേക്ക്. ശരിയാണ്. പക്ഷെ പിണറായി വിജയന്റെ സൈഡ് പിണറായി വിജയൻ പുറത്ത് കിടക്കുന്നത് ഒരു മോണിറ്ററിൽ കാണുന്ന CCTV കാണുന്ന പോലെ TV വഴി കണ്ടോണ്ടിരിക്കുന്നു. വീണ വിജയനാണ് ചോദ്യം ചെയ്തത്. നിങ്ങൾ അടിയുണ്ടാക്കിയാണ്
ഈ വിഷയം CPM-ന്റെ ഇതിൽ ഒന്നാമത്തെ പ്രതിയാക്കിയത്. നിങ്ങൾ മാത്രമല്ല ഇത് നേതാക്കൾ തന്നെയാണ് മാത്രമല്ല CPM-ന്റെ പ്രസ്ഥാനത്തെ വലിച്ചഴിച്ചത്. അത് മാത്രമല്ല ഇതിന് വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നത് ED ആക്രമിച്ചത് കൊണ്ട് തന്നെ ഈ കേസ് സാധാരണ കേസായി അല്ല, അല്പം കൂടി കടുപ്പമുള്ള കേസായി തന്നെ രാജ്യസുരക്ഷയ്ക്കെതിരായ അതെ കേസായി വിഷമമുണ്ട്. കാരണം കേരളത്തിലെ ഒരു പാർട്ടി നേതാക്കളൊക്കെ UAPA ചുമത്തി ജയിലിലടക്കുക എന്നുള്ളത് നമ്മുടെ സിദ്ദിഖാപ്പിനെയൊക്കെ അടച്ചിരുന്നു ഡൽഹി പോലീസ്. അതേ ഡൽഹി പോലീസ് തന്നെയാണ് ഇതിലും ഒരു കടുത്ത നിലപാടുമായി വരാൻ പോകുന്നത് എന്നുകൂടി ഓർക്കുമ്പോൾ തിഹാർ ജയിലാണ് ഇവർ. കാരണം ഇവരൊക്കെ നമ്മൾ കണ്ടല്ലോ തിഹാർ ജയിലിലേക്കുള്ള യാത്രയ്ക്ക് എന്തുമാത്രം ചെലവ് വരും. ഇവിടുന്ന് ബേക്കറി ജംഗ്ഷനിൽ നിന്നും തമ്പാനൂരേക്ക് ഓട്ടോ പിടിച്ച് പോവുക, അവിടുന്ന് ട്രെയിനിൽ 3 ദിവസത്തെ യാത്ര, അവിടുന്ന് ഡൽഹിയിൽ നിന്ന് മെട്രോ കിട്ടും, അല്ലെങ്കിൽ അവിടുന്ന് ബസ് എടുക്കാം അല്ലേ, അല്ലെങ്കിൽ കാശുള്ള ടാക്സി പിടിച്ച് തിഹാറിലേക്ക് പോവാം. പക്ഷെ അതിനൊക്കെ വകയുണ്ടാക്കി വഴി വെട്ടി തെളിച്ചത് നിങ്ങൾ CPM-കാർ തന്നെയാണല്ലോ നോക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. സത്യം തീർച്ചയായിട്ടും.